ഈ ഒരു വീഡിയോ ഞാൻ ഷോർട്സ് ഇട്ടതിന് ശേഷം ഒരുപാട് പേര് റെസിപ്പിക്ക് വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ടേനെ. അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണേ. She puts her hand in mine. We wanna chase the night, wanna dance to the light. ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഒന്നും ഇല്ലാതെ നമുക്കിന്ന് നല്ലൊരു മുട്ടപ്പോളിൻ്റെ റെസിപ്പി ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിനായിട്ട് നമുക്കിതാ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ. വീട്ടിലിപ്പോൾ 5 മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ ഞാനിതാ 5 മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട്. പിന്നെ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസൊക്കെ നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടിലുള്ളത് തന്നെയാണ്, കൂടുതലായിട്ട് ഒന്നും വേണ്ട. അപ്പോൾ ഞാനിതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിതാ മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. മുട്ടയുടെ വെള്ളയും മഞ്ഞൊക്കെ ഒരുമിച്ച് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്, അല്ലാതെ സെപ്പറേറ്റ് ആക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇതാ 5 മുട്ട ഫുള്ളായിട്ട് തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇതാ 1/4 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ അളവൊക്കെ കറക്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മളിതാ കാണുന്നത് പോലെയുള്ള നല്ലൊരു മുട്ടപ്പോള ഉണ്ടാക്കിയെടുക്കുക. 1/4 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മളിതാ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഇതാ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു മുട്ടയുടെ സ്മെല്ലൊക്കെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമ്മളിതാ ചെറിയ സ്പീഡിൽ ഒന്ന് അടിച്ചെടുക്കാം. ഒരു എഗ് ബീറ്റർ എടുത്ത് ഇത് ചെറിയൊരു സ്പീഡിൽ ഒന്ന് ഇത് എല്ലാം കൂടി മിക്സ് ആക്കി എടുക്കാം. ആദ്യം നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. അപ്പോൾ ഞാനിതാ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് കളറും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. യെല്ലോ കളറാണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു മഞ്ഞ കളർ കിട്ടും. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി നമ്മൾ നല്ല ഹൈ സ്പീഡിൽ ഒരു 10 മിനിറ്റോളം നമ്മളിത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് പൊങ്ങി വരട്ടെ. അപ്പോൾ ഇതാ ഇതുപോലെ ഉണ്ടാവും കേട്ടോ. ഈ ഒരു പാത്രം മുഴുവനായിട്ടും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മിക്സിയിൽ നിന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ മുട്ടപ്പോൾ ഒട്ടും ശരിയാവത്തില്ല. ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കണം. നന്നായിട്ട് ഇത് പൊങ്ങി വരും. 5 മുട്ട ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഉണ്ടാവും. അപ്പോൾ ഇതാ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിന് മുന്നേ ആയിട്ട് നമുക്ക് ഗ്യാസ് സ്റ്റവ് ഒന്ന് ഓണാക്കി ദോശക്കല്ലൊന്ന് വെച്ച് കൊടുക്കണം. പിന്നെ നമ്മളിതാ കുക്കറിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കുക്കറും കൂടി നമുക്കൊന്ന് വെച്ച് കൊടുക്കണം, ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ നമ്മളിതാ കുറച്ച് നെയ്യൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യൊന്ന് എല്ലായിടത്തും നമുക്കൊന്ന് ആക്കി കൊടുക്കാം. സൈഡിലൊക്കെ ആക്കി കൊടുക്കണം. എന്നിട്ട് നമുക്ക് തീയൊന്ന് കുറച്ചിട്ട് തന്നെ വെച്ച് കൊടുക്കാം. അപ്പോഴേക്കും നമുക്കൊന്ന് മൈദ ഒന്ന് മിക്സ് ചെയ്യാം. മൈദ ഒന്ന് അളന്നെടുക്കാം. ഞാനിതാ നേരത്തെ ഈ ഒരു കപ്പിലാണ് പഞ്ചസാര എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കപ്പിൽ തന്നെ നമുക്ക് മൈദ അളന്നെടുക്കാം. മൈദ എടുക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ പഞ്ചസാര എടുത്ത പോലെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഇതുപോലെ എടുക്കാതെ ഒന്നിങ്ങനെ ഫുള്ളായിട്ട് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുക. മൈദ ഇതുപോലെ ഇട്ട് കൊടുക്കുക. അപ്പോഴാണ് കറക്റ്റായ ഒരു പാകം ഉണ്ടാകാൻ. അത് ഫുള്ളായിട്ട് തന്നെ അങ്ങ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഇട്ട് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് മൈദ കറക്റ്റായിരിക്കും. ഈ ഒരു 5 മുട്ടക്ക് ഇതുപോലെയാണ് എടുക്കേണ്ടത്, അല്ലാതെ ഇതിങ്ങനെ വടിച്ചെടുക്കരുത്. ഇതുപോലെ എടുക്കണം. എന്നിട്ടാണ് നമ്മൾ മൈദയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഇതായിരിക്കുക കറക്റ്റ് അളവ്. നമുക്ക് ഈ മൈദ ഒന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മളിത് എടുത്ത് വെച്ചിട്ടുള്ള മൈദ കുറച്ചായിട്ടിട്ട് ഇതിൽ നിന്നൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട്. കുറച്ച് പകുതിയോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടുതലങ്ങ് ഇളക്കി കൊടുക്കണ്ട, ചെറുതായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി. നമ്മൾ കുക്കർ എന്തായാലും ചൂടാക്കിയിട്ട് തന്നെയാണ് ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത്. കുക്കർ താഴെ വെച്ച് നമ്മൾ ചൂടാക്കാതെ ഒഴിച്ചു കൊടുക്കരുത്. അപ്പോഴാണ് ഈ ഒരു മുട്ടപ്പോളം കിട്ടും. അതുപോലെ നമുക്ക് നല്ല എന്താ പറയുക, നല്ല ഭംഗിയായിട്ട് കിട്ടുന്നത്. അപ്പം ഞാൻ ഫുള്ളായിട്ട് തന്നെ മൈദ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ആക്കി കൊടുത്താൽ മതി. വേറെ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. ഓയിൽ ചേർക്കുന്നില്ല, ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. നന്നായിട്ടൊരു 10 മിനിറ്റ് നല്ല ഹൈ സ്പീഡിൽ വെച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യണം. അതാണ് മെയിനായിട്ട്. ആ ബീറ്റ് ചെയ്യുന്നതിലാണ് ഇത് പൊങ്ങി വരുന്നത്. അപ്പോൾ നല്ല ഹൈ സ്പീഡിൽ തന്നെ വെച്ചിട്ട് ഒരു 10 മിനിറ്റോടെ നമ്മൾ ബീറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോഴും ഇത് ഇങ്ങനെ കിട്ടും. അപ്പോൾ ഏകദേശം ഇതൊന്ന് മിക്സ് ആയിട്ടുണ്ട്. നമ്മുടെ കുക്കർ അവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. പിന്നെ അപ്പുറത്തെ ദോശക്കല്ലും നന്നായിട്ട് ചൂടായിട്ടുണ്ട്. രണ്ടും ഒരേ സമയം ചൂടാക്കാൻ വയ്ക്കുക.
കുക്കർ ചെറിയൊരു ചൂടിൽ തന്നെ ഇത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിപ്പോൾ മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതിലങ്ങ് ഒഴിക്കുമ്പോൾ ഒരു ചെറിയൊരു സൗണ്ട് ഉണ്ടാവും. അപ്പോൾ ഇതെന്തായാലും വേണം. നമ്മൾ വിസിലെടുത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് മൂടി വെക്കാം. വിസിൽ മാറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മളിത് ദോശക്കല്ലിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ആ സ്പോട്ടിൽ തന്നെ മാറ്റി കൊടുക്കുക. ഒരു 25 മിനിറ്റ് ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ. അപ്പോഴേക്കും ഒരു കറക്റ്റ് പാകത്തിന് വെന്ത് കിട്ടും. കറക്റ്റ് 25 മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിത് ഇതുപോലെ ഇതിലോട്ട് ആവി വരും. ആ ഒരു സമയത്ത് നമുക്ക് തുറന്ന് നോക്കാം. കറക്റ്റ് പാകത്തിന് വെന്തിട്ടുണ്ടാവും. കറക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് തീ അങ്ങ് ഓഫാക്കി കഴിഞ്ഞതിന് ശേഷം കുക്കർ തണുത്ത് വരാൻ വേണ്ടിയിട്ട് ഒരിക്കലും വെച്ച് കൊടുക്കരുത്. ഈ ഒരു പൊന്തിയിട്ടുള്ള ആ ഒരു കേക്ക് കംപ്ലീറ്റ് അങ്ങ് അമർന്നു പോകും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ആ ഒരു ചൂടിൽ തന്നെ നമ്മൾ ഇത് കയ്യിലേക്ക് എടുത്ത് പെട്ടെന്ന് തന്നെ പ്ലേറ്റിലേക്ക് മാറ്റിക്കളയണം. വേറൊരു പാത്രത്തിലേക്ക് മാറ്റിക്കളയണം. അത് എന്തായാലും ഓർമ്മിച്ച് ചെയ്യണേ. ഇല്ലെങ്കിൽ ഇതിൽ തന്നെ കുക്കറിൽ തന്നെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ അങ്ങ് പിന്നെ എന്താ പറയുക ഈ പൊന്തി വന്നിട്ടുള്ള ആ ഒരു കേക്ക് ഫുള്ളായിട്ട് തന്നെ അമർന്നു പോകും. അപ്പോൾ ആ സ്പോട്ടിൽ തന്നെ ഇത് മാറ്റി കൊടുക്കുക. അത് എപ്പോഴും ശ്രദ്ധിക്കണം കേട്ടോ. മുട്ടപ്പോളിയാകുമ്പോൾ സാധാരണ കേക്ക് പോലെയല്ല, ഇത് ആ ചൂടിൽ തന്നെ വെച്ച് കൊടുക്കരുത്. അപ്പോൾ ഞാനിത് തണുക്കുന്നത് വരെയൊന്നും വെയിറ്റ് ചെയ്യുന്നില്ല. ഞാനിപ്പോൾ തന്നെ ഇത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഒരുപാട് പേര് റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചെറിയൊരു ഭാഗം ഷോർട്സ് ഇട്ടിരുന്നു. അപ്പോൾ കുറേ പേര് റെസിപ്പി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ റെസിപ്പി ഇട്ടിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കണ്ടിട്ട് എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഒക്കെ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം.